നമസ്കാരം. ചില അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഓരോ മനുഷ്യർക്കും പ്രകൃതി തന്നെ ചില സൂചനകൾ കാട്ടിത്തരാറുണ്ട്. അത് ദൈവാധീനം കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു കനിവ് എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രകൃതിക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാകും എന്തെങ്കിലുമൊക്കെ ദുഃഖകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മുന്നോടിയായി നമുക്ക് ചില സൂചനകൾ കാട്ടിത്തരുന്നത്. എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ചെയ്തുകൊള്ളൂ എന്ന് പറയുന്നോണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില സൂചനകൾ നമ്മുടെ ജീവിതത്തിൽ എത്തിയിട്ടുള്ളവരാണെങ്കിൽ അതിനെ നിസ്സാരമായി കാണരുത്. അതിനുള്ള ഒരു പരിഹാരം ചെയ്തേ മതിയാകൂ. അല്ലാതെ അത് നിസ്സാരമായി കാണുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വളരെയധികം വിനകൾ വിതയ്ക്കുന്നതായിരിക്കും. കേവലമായി അല്ലെങ്കിൽ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യത്തെ നമ്മൾ പരിഹാരങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ ഒരു വിപത്തായി ജീവിതത്തിലേക്ക് പിന്നീട് വന്നു ചേരും. അത് വലിയ ദുഃഖത്തിനൊക്കെ കാരണമായി ഭവിക്കുകയും ചെയ്യും. അപ്പോൾ പ്രകൃതി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ദൈവാധീനം കൊണ്ട്, ആ കുടുംബത്തിൻ്റെ ദൈവാധീനം കൊണ്ട്, കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഒക്കെ കാണിച്ചു തരുന്ന ചില സൂചനകൾ അത് നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ അതിന് പിന്നാലെ വരുന്ന വിപത്തുകൾ വളരെ വലുതായിരിക്കും. അപ്പോൾ ചില സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു പരിഹാരമുണ്ട്. കാരണം ഈ സൂചനകൾ കാട്ടിത്തരുന്നത് അത്ര നല്ല ഒരു ഭാവിയല്ല വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ചില സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കിത് അനുഭവത്തിൽ വരികയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു പരിഹാരമുണ്ട്. ആ ഒരു പരിഹാരം ചെയ്താൽ ഈ സൂചനകൾ നിമിത്തം എന്തെങ്കിലും ആപത്തുകൾ, ദുഃഖങ്ങൾ ഇതെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സൂചനകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത്. എല്ലാ വീടിനും വീട്ടുപരിസരത്തുമൊക്കെ കാണുന്ന ഒരു പക്ഷിയാണ് കാക്ക. ആരും വിളിക്കാതെ തന്നെ വന്ന് എച്ചിലുകളും ഒക്കെ കുത്തിപറക്കി കഴിക്കുന്ന ഒരു പക്ഷി കാക്ക. കറുത്ത നിറത്തിലുള്ള കാക്ക. ഏതാളുകൾക്കും സുപരിചിതമാണ് കാക്കയെന്ന ഒരു ജീവിയെ അല്ലെങ്കിൽ ആ ഒരു പക്ഷിയെ. എന്നാൽ നമ്മൾ ഒരു രീതിയിലും അതിനെ പ്രകോപിപ്പിക്കാതെ തന്നെ അത് നമ്മളെ കൊത്താൻ വരികയാണെങ്കിൽ അത് അത്ര നല്ല ഒരു സൂചനയായി ഒരിക്കലും കരുതാൻ സാധ്യമാവുകയില്ല. നമ്മൾ അതിന് ഒരു തരത്തിലും ഹാനി വരുത്തിയില്ല. പക്ഷേ ആ കാക്ക നമ്മളൊരു വ്യക്തിയെ പെട്ടെന്ന് കാണുമ്പോഴേക്കും കൊത്താൻ ഓടിക്കുകയാണെങ്കിൽ അതൊരു നല്ല സൂചനയല്ല. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ ഈ 1-2 സൂചനകളുണ്ട്. അതുകൂടി പറഞ്ഞതിന് ശേഷം ഒരുമിച്ച് ഈ പരിഹാരം പറഞ്ഞു തരാം. ഇനി രണ്ടാമത്തതായിട്ട്, വീടിന് മുകളിലായിട്ട് വന്ന് കാക്ക കൂട് കൂട്ടുകയാണെങ്കിലും, സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല എങ്കിലും വീടിന് മുകളിലായി വന്ന് കാക്ക കൂട് കൂട്ടുകയാണെങ്കിലും അതിനെയും ശുഭകരമായൊരു സൂചനയായി നമ്മൾക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ടുള്ളത്. അതേപോലെ തന്നെ വീടിൻ്റെ തുളസിത്തറയുണ്ടല്ലോ. ഇപ്പോൾ തുളസിത്തറയൊന്നും കൂടുതൽ തറയായി അങ്ങനെ കിട്ടിയ ആളുകൾ വെക്കാറില്ല. എങ്കിലും തുളസിത്തറയുള്ള വീടുകളാണെങ്കിൽ അതിന് സമീപം ഏതെങ്കിലും പക്ഷി, അത് കാക്കയെന്നല്ല, ഏതെങ്കിലും പക്ഷി ചത്ത് കിടക്കുന്നത് കാണുകയാണെങ്കിലും അതിനെയും ഒരു ശുഭസൂചനയായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതും നമുക്ക് പ്രകൃതി കാട്ടിത്തരുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ദൈവാധീനമുള്ളതിനാൽ തന്നെ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു, അപ്പോൾ അതിന് മുന്നോടിയായി കാട്ടിത്തരുന്ന ഒരു സൂചനയാണ്. അപ്പോൾ ഈ സൂചനകൾ, ഇതെന്തെങ്കിലും ഒരു സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. അതുകൂടി നിങ്ങൾ ചെയ്യാത്ത പക്ഷം ഇത് വളരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവയിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവയൊക്കെ ഒരു അവ്യക്തമായിട്ട് തോന്നുകയാണെങ്കിൽ, അതായത് നമുക്കിവയൊന്നും വ്യക്തമായി കാണാൻ സാധിക്കാതെ വരും. ആകെ ഒരു പളവളപ്പം നമ്മൾ പറയാറില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കണ്ണുകൾക്ക് അത് ദൃശ്യമാകുന്നതെങ്കിലും ഇതും അതത്ര ശുഭകരമായ സൂചനയല്ല, അശുഭകരമായ ഒരു സൂചന തന്നെയാണ്. അതേപോലെ തന്നെ പൂജാമുറിയിലെ
വിളക്കിൽ അല്ലെങ്കിൽ വിളക്കിന് സമീപത്തായി പല്ലി ചത്ത് കിടക്കുന്നത് കാണുകയാണെങ്കിലും ശുഭകരമായ സൂചനയല്ല. പൂജാമുറിയിൽ എവിടെയാകാം. അതേപോലെ വിളക്കിനകത്ത്, അതായത് വിളക്ക് കത്തി നമ്മൾ വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം രാവിലെ വീണ്ടും കത്തിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് അവിടെ പല്ലി ചത്ത് കിടക്കുന്നതായിട്ട് കാണുന്നതെങ്കിൽ അതിനെയും ശുഭകരമായ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയും ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അശുഭകരമായ അല്ലെങ്കിൽ ഭാവിയിൽ എന്തോ വിപത്ത് വന്നു ചേരാൻ പോകുന്നു എന്നതിന് മുന്നോടിയായി ദൈവാധീനവശാൽ ആ വ്യക്തിക്ക് കാട്ടിത്തരുന്ന അല്ലെങ്കിൽ കാണാൻ സാധ്യമായ കുറച്ച് സൂചനകളാണ്. അപ്പോൾ ഈ സൂചനകൾ കണ്ടിട്ടുള്ളവരുണ്ടാകും ഈ വീഡിയോ കേൾക്കുന്നവർ. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ പരിഹാരം മൃത്യുഞ്ജയ ഹോമമാണ്. എത്ര വലിയ ആപത്തുകളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന ദേവനാണ് സാക്ഷാൽ മഹാദേവൻ നീലകണ്ഠൻ. അദ്ദേഹത്തിന് ഇല്ലാതാക്കാൻ സാധിക്കാത്തതായ ഒരു വിഷയങ്ങളിലും ഈ ലോകത്തിൽ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഥവാ ഇനി ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുന്നവരാണെങ്കിൽ പോലും നിങ്ങളിത് ഇപ്പോൾ കേട്ടുകൊള്ളുക. എന്നതിന് ശേഷം മഹാമൃത്യുഞ്ജയ ഹോമം മഹാമൃത്യുഞ്ജയ മന്ത്രം അറിയുന്നവരാണെങ്കിൽ അത് ജപിക്കാം. അല്ലെങ്കിൽ മൃത്യുഞ്ജയ ജപിച്ചാൽ മാത്രം പോരാ, അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയേ മതിയാകൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിച്ച ഈ അശുഭകരമായ സൂചനയിൽ നിന്ന് രക്ഷപ്പെടാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മൃത്യുഞ്ജയ ഹോമം അതും തിങ്കളാഴ്ച ദിവസമാണ് നടത്തേണ്ടത്. അകാല മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യം മെച്ചപ്പെടും. നെഗറ്റീവ് എനർജി എന്ത് നിങ്ങളിലുണ്ടെങ്കിലും അതൊക്കെയും ഭഗവാൻ ഇല്ലാതാക്കുന്നതാണ്. സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ആത്മീയമായ ഒരു ഉന്നമനം കൂടി ഇതിലൂടെ വന്നു ചേരും. അപ്പോൾ എന്ത് അശുഭകരമായ കാര്യമാണോ ഈ സൂചനയായി നിങ്ങളിലേക്ക് എത്തിയത്, ആ അശുഭകരമായ ആ സൂചനകൾ അല്ലെങ്കിൽ ആ വരാൻ പോകുന്ന വിപത്തിനെ ഇല്ലാതാക്കാൻ ഭഗവാൻ മഹാദേവന് സാധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സൂചനകൾ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം മൃത്യുഞ്ജയ ഹോമം നടത്തിക്കണം. അല്ലെങ്കിൽ അത് പ്രാർത്ഥിച്ച് വഴിപാട് സമർപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന മറ്റുള്ള വഴിപാടുകളും സമർപ്പിക്കാം. പ്രധാനമായി മൃത്യുഞ്ജയ ഹോമം നടത്തുക എന്നത് ആ വിപത്ത് അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെ ഭഗവാൻ തൃക്കണ്ണുകൊണ്ട് ഇല്ലാതാക്കും. തൃക്കൺ തുറന്ന് നിങ്ങളുടെ എല്ലാവിധ വിനകളെ ഇല്ലാതാക്കുകയും അകാല മരണം തടയുകയും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ഊർജ്ജം, എന്തുവിധ ബാഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ അതിനെയൊക്കെ വിനാശം ചെയ്യിക്കും. നിങ്ങളിലേക്ക് സമാധാനത്തെ കൊണ്ടുവരികയും ആത്മീയമായി മറ്റൊരു ലെവലിലേക്ക് ഒരു ഉന്നമനം നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ ആത്മീയമായി ദൈവാധീനപരമായി ഒന്നുകൂടെ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുമ്പോൾ എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അത് നിങ്ങളിൽ നിന്ന് പാടെ അകന്നു പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും സൂചനകൾ ഈ ഇടക്കാലത്തോ അല്ലെങ്കിൽ ഇനിയുള്ള ഭാവി സമയങ്ങളിലോ നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. മുന്നും പിന്നീട് ചിന്തിക്കാൻ നിൽക്കേണ്ട. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ചെല്ലുക, മൃത്യുഞ്ജയ ഹോമം നടത്തുക. വേറെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട. അതോടുകൂടി ആ അശുഭകരമായ കാര്യങ്ങളൊക്കെ മാറി ശുഭകരമായ ഫലത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാദേവൻ പ്രദാനം ചെയ്യുന്നതാണ്.